അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിന് എത്രമാത്രം ഉപദ്രവമാണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് നമ്മളൊക്കെ. അത്തരം ലഹരി പദാർത്ഥങ്ങൾ പാക്ക് ചെയ്ത പാക്കറ്റുകൾക്ക് മുകളിൽ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിന് ഉപദ്രവമാണ് എന്ന്. ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുള്ളത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളാണ്, പ്രഭാഷണങ്ങളാണ്, ഡോക്യുമെന്ററികളാണ്, ചർച്ചകളാണ്, അതുപോലെ തന്നെ പല ലഘുലേഖകളും പുസ്തകങ്ങളും ഒക്കെയാണ്. എന്നാൽ ഇന്നേ വരെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് മനുഷ്യ ശരീരത്തിന് ഉപകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലഘുലേഖയോ ക്യാമ്പയിനുകളോ സെമിനാറുകളോ സമ്മേളനങ്ങളോ സംവാദങ്ങളോ ചർച്ചകളോ ഇന്നേ വരെ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അതായത് ആരും തന്നെ ഇതിനെ പ്രോത്സാഹിക്കുന്നതായി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഉപയോഗിക്കുന്നവനും വിൽക്കുന്നവനും പാക്ക് ചെയ്തവനും മാർക്കറ്റിൽ ഇറക്കുന്നവനും ഒക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് ഇത് മനുഷ്യ ശരീരത്തിന് ഉപകാരമല്ല, ഉപദ്രവം മാത്രമാണ് എന്ന്. പക്ഷെ ഇതിന്റെ ഉപയോഗം നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നും നമുക്ക് കൃത്യമായി അറിയാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ദിനംപ്രതി അത് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ ലഹരിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി നിയമപാലകർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഞാനും നിങ്ങളും ഒരു മതവിശ്വാസി കൂടിയാകുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എത്ര ശക്തമായിട്ടാണ് ഇസ്ലാം എതിർത്തത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞു വെച്ച് നിങ്ങൾക്കൊരു കഥ കേൾപ്പിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മുടെ നാടുകളിൽ പല ആളുകളും ആഘോഷവേളകളിലും അല്ലാതെയും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഷെയർ കൂടി മദ്യപിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ നാടുകളിൽ അത് കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പല ആളുകളുടെയും മുഖം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം. അതായത് ഒരു വ്യക്തി മദ്യത്തിനെതിരെ എന്നും സംസാരിക്കുന്ന, ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള, അദ്ദേഹത്തിന്റെ ചങ്ങാതിയായിട്ടുള്ള ഒരാൾ വന്ന് കടമായി ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പണം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ച് നമ്മുടെ ധാരണ എന്തായിരിക്കും? ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ എന്താണ് പറയുക? വാക്കിന് പോലും വിലയില്ലാത്തവൻ എന്നാണ്. പറയപ്പെടുന്ന വാക്കിന് പോലും ആത്മാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അയാളെ കാണുക. കാരണം മദ്യപിക്കാൻ വേണ്ടിയാണ് കടമായി പണം നൽകി അദ്ദേഹത്തെ ഇയാൾ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയായി ഇദ്ദേഹം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്, ഒരു കള്ള് കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവടം വല്ലാണ്ട് അങ്ങോട്ട് ഇടിഞ്ഞ സമയത്ത് നമ്മളോട് വന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കാൻ പാടുണ്ടോ ഇല്ലയോ? ഒരു വിശ്വാസി എന്ന രീതിയിൽ നാം ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രീതിയിലും അതിനെ സഹായിക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അതിൽ നിന്ന് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തി പിന്മാറാൻ വേണ്ടി പറയുകയാണ് വേണ്ടത്. എന്നാൽ ഒരു വലിയ ഒരു ഉസ്താദ് എന്താണ് ചെയ്തത് എന്ന്, നമ്മുടെ നാട്ടിൽ വലിയ ഖുർആൻ പണ്ഡിതനാണ് എന്നൊക്കെ പറയുന്ന റഹ്മത്തുള്ള കാസിമി മൂത്തേടം എന്ന വ്യക്തി നമുക്ക് ഒരു കഥ പറഞ്ഞു തരും. അതേ സമയത്ത് ഒരു മഹാന്റെ, ഒരു ഡൽഹിയിലെക്കാരനായ ഒരു വലിയൻ്റെ ഒരു കഥ ഉണ്ട്. ആ വലിയ പള്ളിയിലിരിക്കുന്ന നേരത്ത് കുട്ടികളുടെ ശിഷ്യന്മാരും മുരീതന്മാരുണ്ട്. അപ്പോൾ ഒരു ഹിന്ദുവായ സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞു, മാനവർകളെ, എൻ്റെ കള്ള് ഷാപ്പ് കച്ചവടം നടക്കണേ. എവിടെയാണ് കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞത്? ആ സ്ത്രീയുടെ റെഡിമെയ്ഡ് ഷോപ്പിലല്ല, ബേക്കറി കടയിലല്ല. എവിടെയാണ്? കള്ള് ഷാപ്പിൽ. ആരോടാ പറയുന്നത്? ആരോടാണ് പറയുന്നത്? നാട്ടിലെ ഒരു പ്രമാണിയോടല്ല, വാർഡ് മെമ്പറോടല്ല, പഞ്ചായത്ത് പ്രസിഡന്റിനോടല്ല, MLA യോടല്ല, MP യോടല്ല, മന്ത്രിമാരോടല്ല. ആരോടാണ് പറയുന്നത്? പള്ളിയിലെ വലിയ ഉസ്താദിനോട് വന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? പള്ളിയിലുള്ള വലിയ ഉസ്താദിനോട് പറഞ്ഞു എന്നാ പറയുന്നത്. കള്ളുഷാപ്പ് തീരെ കച്ചവടം നടക്കില്ല. ഞാനുള്ളത് മുഴുവൻ പെറ്റു പെറുക്കിയാണ് ഈ കള്ളുഷാപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് എൻ്റെ കള്ളുഷാപ്പ് കച്ചവടം നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. എന്തിന്? കച്ചവടം നന്നായി നടക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. ഒരു വലിയ ഉസ്താദിനോട് പറഞ്ഞു എന്നാണ്. ആ ഉസ്താദ് ഒരു യഥാർത്ഥ ഉസ്താദാണ് എങ്കിൽ, യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ അദ്ദേഹം എന്ത് മറുപടിയാണ് നൽകേണ്ടത്? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ഞാനിവിടെ അതിനെക്കുറിച്ചൊന്നും പറയില്ല. കൃത്യമായി എനിക്കും നിങ്ങൾക്കും അതിനെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് മുസ്ലിയാരുടെ കഥ തന്നെ കേൾക്കും. അപ്പോൾ അവരെന്തോ എഴുതിയിട്ട് ആ ഹിന്ദു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ മേശ വലിപ്പിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ഒരു 3 മാസത്തോടുകൂടെ കച്ചവടം ആവും. കച്ചവടം ആയിക്കഴിഞ്ഞാൽ ഈ കടലാസ് എനിക്ക് തന്നെ തിരിച്ചെത്തിച്ചേർന്നതാണ്. ആ സ്ത്രീയുടെ കള്ള് കച്ചവടം കൂടാൻ വേണ്ടി ഈ വലിയ ഉസ്താദ് ചെയ്തു കൊടുത്തത് എന്താണ്? ഒരു പേപ്പറിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവരുടെ മേശയിൽ കൊണ്ടുപോയി വെക്കുവാൻ പറയുകയും, എന്നിട്ട് 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം കൂടിക്കോളും, ആ സമയത്ത് ഈ പേപ്പർ എനിക്ക് തിരിച്ചു നൽകണമെന്നും പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞയച്ചു. എന്നിട്ടോ അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ഈ കടലാസ് കൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ എന്താ വെച്ചു? കച്ചവടമൊക്കെ ആയി എന്നാണ്. അപ്പൊ ആയിക്കോട്ടെ, എന്നാ കടലാസ് തിരിച്ചു തരാമെന്ന് ആ കടലാസ് വാങ്ങിച്ചു. ഒരു മിഠായി പേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ പള്ളിയുടെ അവിടെ തിണ്ണയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു.
അതവിടെ വെച്ചു. എന്താണ് ആ സ്ത്രീയുടെ കച്ചവടം കൂടി സ്വാഭാവികമായും ആ പേപ്പർ തിരിച്ചു നൽകണമല്ലോ. അങ്ങനെ ആ സ്ത്രീ ആ പേപ്പർ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഒരു പാക്കറ്റ് മിഠായിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഉസ്താദിന് മിഠായിയും ആ പേപ്പറും തിരികെ നൽകുന്ന സമയത്ത് ആ ഉസ്താദ് പറഞ്ഞു, ആ മിഠായി കൊണ്ടുപോയി പള്ളിത്തിണ്ണയിൽ വെച്ചുകൊള്ളൂ, ആ പേപ്പർ ഇങ്ങോട്ടേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങി വെക്കുകയും ചെയ്തു. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിന്ദു സഹോദരന്മാർ അതുവഴി തൊഴിൽ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിട്ട് മക്കൾക്ക് കൊടുക്കി എന്നിട്ട് ഈ പള്ളിയുടെ തിണ്ണയിൽ വെച്ച ഈ മിഠായി പാക്ക് കൊണ്ടുപോകാൻ ആ ഹിന്ദു സഹോദരന്മാരോട് പറഞ്ഞു. കള്ള് കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ നിന്ന് വാങ്ങിയ മിഠായി ആയതുകൊണ്ട് തന്നെ പള്ളിയിലിരിക്കുന്ന ഉസ്താദുമാരോ ഇല്ലെങ്കിൽ ഈ വലിയായ ഉസ്താദോ ആ മിഠായി ഒന്നും കഴിച്ചിട്ടില്ല, പള്ളിത്തിണ്ണയിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. എന്നാൽ റോഡരികിലൂടെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് നിങ്ങൾ ഈ മിഠായി ഒക്കെ കൊണ്ടുപോയിക്കോളൂ, നിങ്ങളെ വീട്ടിലുള്ള മക്കൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയായ ഉസ്താദ് അവരുടെ കയ്യിലേക്ക് മിഠായി ഏൽപ്പിച്ചു എന്നാ പറയുന്നത്. ഏത് മിഠായി? പിന്നെ ഉസ്താദും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കും, ഒരു മിഠായി ഒരു കൊടുത്തോല്ല. കാരണം ഇത് എന്തിന്റെ ലാഭമാണ്? കള്ളിന്റെ ലാഭമാണ്. ഹറാമായ മദ്യവിൽപ്പനയിലൂടെ കിട്ടിയ ലാഭത്തിൽ നിന്ന് വാങ്ങിയ മിഠായി. അപ്പൊ ഈ കടലാസ് അവിടെ എങ്ങനെ വെച്ച് അതിൻ്റെ ഇടക്ക് മൂത്രിക്കാൻ പോയി ഷെയ്ഖ്, മഹാനായൊരു വലിയ. അപ്പോ ഇത് ബളവന്മാരെന്ത് എന്തായാലും എഴുതിയത് നമുക്കൊന്ന് നോക്കാലോന്ന് വിചാരിച്ച് അവര് കടലാസ് എടുത്ത്, ഉസ്താദാണ് വലിയ ഔലിയപ്പാപ്പാണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് ഇവർ കടലാസ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിലുള്ളത് ഡൽഹി കാ ആജു ബാജു മേ ഷഹാ പീനെ വാലെ ഏ ഗരീബ് ഔറത്തോं की दुकान में आके ഷഹാ പിയോ. അതിലുള്ളത് മനസ്സിലായില്ല. ഡൽഹിന്റെ പരിസരത്തൊക്കെ കള്ളുടിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും കള്ളുടിക്കണം. നിങ്ങൾ ഈ പാവത്തിന്റെ കള്ളുഷാപ്പിന് വന്ന് കള്ളുടിച്ചോയിട്ടാ ഇതായിരുന്നത്. വലിയ എഴുതി കൊടുത്ത കടലാസിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ടോ അതാ പറഞ്ഞ കച്ചവടമായ എനിക്ക് തിരിച്ചു തരുന്നത്. അതാ വലിയ കേട്ടില്ല, ഇതാണ് വലിയ എന്നാ പറഞ്ഞത്. ഈ കള്ളുഷാപ്പത്തെ വർത്താനം പറഞ്ഞോണ്ട് അടിച്ചതിന്റെ പുറഞ്ഞാൻ പോലിക്കും ഒരു അറിയില്ല. കാരണം അവര് റഹ്മത്തുൽ ആലമീന്റെ അനേക, നമ്മളാണ് ശിവ ശിവ തൊടാതെ നടക്കുന്നത്. എന്ത് തിന്മക്കും കൂട്ടുനിൽക്കുന്ന ആളുകളാണോ വലിയ? ഇതുപോലെ നിരവധി കഥകൾ മുസ്ലിയാക്കന്മാർ പല സ്റ്റേജുകളിൽ നിന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുള്ള ഒരു കാര്യത്തിനെയും ഇസ്ലാമിലെ നിയമങ്ങൾ മനുഷ്യകുലത്തിന് മൊത്തത്തിലാണോ അതല്ല മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ? ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ? മനുഷ്യകുലത്തിന് ആകമാനമുള്ള നിയമമാണോ? അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വേറെ വിഷയം. ഇപ്പൊ മുസ്ലിങ്ങളിൽ തന്നെ പല ആളുകൾ മദ്യപിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഹറാമായ പല ഇടപാടുകളും നടത്തുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് മൊത്തത്തിലാണോ? മാനവരാശിക്ക് ആകമാന മാർഗദർശനം നൽകാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന് പഠിപ്പിക്കുമ്പോൾ, മഹാനായ നമ്മുടെ നേതാവിനെ അള്ളാഹു നിയോഗിച്ചത് എന്ന് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ വലിയായി എണ്ണപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മോശപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വലിയനെ സമൂഹത്തിന് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹു ഹറാമാക്കിയതിനെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണല്ലോ ഇദ്ദേഹത്തിന്റെ സംസാരം വന്നത്. ഇതൊക്കെ വലിയൊരു കഥയായിക്കൊണ്ട്, വലിയൊരു സംഭവമായിക്കൊണ്ട്, വലിയൊരു ചരിത്രമായിക്കൊണ്ട്, വലിയ കറാമത്തായിക്കൊണ്ടാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അത് കേട്ടിരുന്ന് തലയിക്കെട്ട് കിട്ടിയ മൊല്ലാക്കമാർ ചിരിക്കുമ്പോൾ ഇസ്ലാമിനെ ഏത് രീതിയിലാണ് സമൂഹത്തിന് ഇവർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, യഥാർത്ഥ ഔലിയാക്കൾ ആരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കൊക്കെയുണ്ട്. പുരോഹിതന്മാർ എത്രത്തോളം അപകടകാരികളാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.